Hello my dear students, welcome to Learner's World. In this video, I am going to talk about Unit 2 Assessment for Learning in Classroom, Transmission Reception Model of Evaluation. In this model, focus on learning that take place through transmission of knowledge from the teacher and reception of the same by the learner. അപ്പോൾ ഈ ഒരു ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് ഇവാലുവേഷനിൽ പറയുന്നത് ഇത് ലേണിങ്ങിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ടീച്ചർ നോളജ് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ ഒരു സെയിം നോളജ് സ്റ്റുഡൻസ് റിസീവ് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. It is a passive method. This assessment considers how much the knowledge received by the learner. അപ്പോൾ ഇതൊരു പാസീവ് മെത്തേഡാണ്. അതായത് ഇപ്പോൾ ലെക്ചർ മെത്തേഡൊക്കെ ഈ ഒരു ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് ഇവാലുവേഷൻ ആണ്. അതായത് ടീച്ചർ നോളജ് പാസ് ചെയ്യുന്നു, സ്റ്റുഡൻസ് അതെന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റുഡൻസ് പാസീവായിട്ടാണ് ഇരിക്കുന്നത്, ടീച്ചർ മാത്രമാണ് ഇവിടെ ആക്റ്റീവായിട്ടുള്ളത്. ഈ ഒരു അസസ്മെൻറ്റ് ലേണർ എത്രത്തോളം നോളജ് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അസസ് ചെയ്യാണ് ഈ ഒരു മോഡൽ ഓഫ് ഇവാലുവേഷൻ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, വാട്ട് സ്റ്റുഡൻസ് ഹാവ് ലേൺഡ് ആർ ഓൺലി അസസ്ഡ് ആൻഡ് നോ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ഫോർ ഹൗ ദേ ഹാവ് ലേൺഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ സ്റ്റുഡൻസ് എന്ത് നോളജാണ് സ്റ്റുഡൻസ് നേടിയത്, എന്താണ് സ്റ്റുഡൻസ് ലേൺ ചെയ്തത് എന്നുള്ളതാണ് അസസ് ചെയ്യുന്നത്. അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അല്ലാതെ എങ്ങനെയാണ് സ്റ്റുഡൻസ് ലേൺ ചെയ്തത് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് നൽകുന്നില്ല എന്നാണ് പറയുന്നത്. ഒരു സ്പൂൺ ഫീഡിങ് മെത്തേഡ്, ടീച്ചർ നോളജ് എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു, ട്രാൻസ്മിഷൻ ചെയ്യുന്നു, സ്റ്റുഡൻസ് അതെന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു. ഇതിനെയാണ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. Okay, assessment of students learning is done by product assessment approach and not by process assessment approach. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ സ്റ്റുഡൻസിൻ്റെ അസസ്മെൻറ്റ് ലേണിംഗ് നടക്കുന്നതിന് പ്രൊഡക്റ്റ് അസസ്മെൻറ്റ് അപ്രോച്ച് എന്നാണ് പറയുന്നത്, അല്ലാതെ പ്രോസസ് അസസ്മെൻറ്റ് അപ്രോച്ച് എന്നല്ല പറയുന്നത്. പ്രോസസ്സിങ് അവിടെ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് അസസ്മെൻറ്റ് അപ്രോച്ച്. ദെൻ ഡ്രോബാക്സ് ഓഫ് ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ. അപ്പോൾ ഇനി ഇതിൻ്റെ ഡ്രോബാക്സ്, ലിമിറ്റേഷൻസ്, ഡിസഡ്വാൻറ്റേജസ്, ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഇഗ്നോർസ് ദ പ്രോസസ് ഓഫ് ലേണിംഗ്. ഇറ്റ് കൺസിഡേഴ്സ് ദ പ്രൊഡക്റ്റ് ലേണിംഗ് അലോൺ. അപ്പോൾ ഈ ഒരു ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ പ്രോസസ് ഓഫ് ലേണിങ്ങിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണ് കൺസിഡർ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് ലേണിങ്ങിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അതുപോലെ ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രക്രിയയല്ല, അതും ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഇറ്റ് ഇഗ്നോർസ് ദ കോ കരിക്കുലർ ഏരിയ ഇത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇഗ്നോർ ലേണർ ഇൻവോൾവ്മെൻറ്റ്. ഇവിടെ ലേണർ പാസീവായിട്ടാണ് ഇരിക്കുന്നത്. ടീച്ചർ ട്രാൻസ്ഫർ ചെയ്യുന്ന നോളജ് ലേണർ പാസീവായിട്ട് റിസീവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ലേണർ ഇൻവോൾവ്മെൻറ്റ് ഇതിന് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡലിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ അപ്ലിക്കബിലിറ്റി ഓഫ് ദ ലേണർ. അതുപോലെ ലേണറിൻ്റെ അപ്ലിക്കബിലിറ്റി ഈ ഒരു മോഡല് കൺസിഡർ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. This approach gives emphasis for summative assessment and not for formative assessment that tries to continuously improve student learning by removing the deficiencies found in. അപ്പോൾ ഈ ഒരു അപ്രോച്ച് എംഫസിസ് ഊന്നൽ നൽകുന്നത് സമ്മേറ്റീവ് അസസ്മെൻറ്റിനെയാണ്, ഫോർമാറ്റീവ് അസസ്മെൻറ്റിനെ അല്ല എന്നാണ് പറയുന്നത്. എന്താണ് സമ്മേറ്റീവ് അസസ്മെൻറ്റും ഫോർമാറ്റീവ് അസസ്മെൻറ്റും? ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ടീച്ചർ ക്ലാസ് എടുക്കുന്നതിനിടയിൽ നടക്കുന്ന ഒരു അസസ്മെൻ്റാണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ്. അതായത് ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഡൗട്ട്സ് ചോദിക്കുക, ടീച്ചർ സ്റ്റുഡൻസിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇന്ന് എന്തൊക്കെയാണ് പഠിപ്പിച്ചത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് ചോദിക്കുക. ഇതൊക്കെയാണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റിൽ വരുന്നത്. എന്നാൽ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു യൂണിറ്റിൻ്റെ എൻഡിങ്ങിൽ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റ്, അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിൻ്റെ എൻഡിങ്ങിൽ നടത്തുന്ന സെമസ്റ്റർ എക്സാം, ആനുവൽ എക്സാം, ഇതൊക്കെയാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് എംഫസൈസ് ചെയ്യുന്നത് സമ്മേറ്റീവ് അസസ്മെൻറ്റിനെയാണ്. അതുകൊണ്ട് തന്നെ അതായത് ഫോർമാറ്റീവ് അസസ്മെൻറ്റിൽ ടീച്ചർ ക്ലാസ്സിൽ
ക്ലാസ് നടക്കുന്നതിനിടയിൽ എന്തെങ്കിലും കുട്ടികളിൽ എന്തെങ്കിലും മിസ്റ്റേക്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാനൊക്കെ പറ്റും. അത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊന്നും ഈ ഒരു അപ്രോച്ചിൽ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഡ്രോബാക്കാണ്. Then this approach of assessing student learning mainly attempt to evaluate students' ability to memorize and retain rather than their understanding. അപ്പോൾ പിന്നീട് ഈ ഒരു അപ്രോച്ച് അസസ് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ ലേണിങ് എത്രത്തോളം ആ കുട്ടി മെമ്മറൈസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ആ കുട്ടി ടീച്ചർ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള നോളജ് ആ കുട്ടിയിൽ റിറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് അസസ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാതെ എന്തല്ല, ആ കുട്ടിക്ക് എത്രത്തോളം മനസ്സിലായി, ആ കുട്ടിക്ക് ആ കോൺസെപ്റ്റ് എത്രത്തോളം മനസ്സിലായി എന്നുള്ളതിനെ കുറിച്ചിട്ട് അസസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. ദെൻ ദിസ് അപ്രോച്ച് ഡസ് നോട്ട് എൻകറേജ് സ്റ്റുഡൻസ് ടു ഡെവലപ്പ് ഹയർ ഓർഡർ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ലൈക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് തിങ്കിങ് എക്സെട്ര. അതുപോലെ ഈ ഒരു അപ്രോച്ച് സ്റ്റുഡൻസിൽ ഹയർ ഓർഡർ കോഗ്നേറ്റീവ് എബിലിറ്റീസ്, അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ക്രിയേറ്റീവ് തിങ്കിങ് ഇതൊന്നും എൻകറേജ് ചെയ്യുന്നില്ല ഈ ഒരു അപ്രോച്ച്. ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ് എന്നാണ് പറയുന്നത്. സ്റ്റുഡൻസ് വെറും പാസീവായിട്ട് ആ ഒരു ടീച്ചർ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള നോളജ് റിസീവ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ദെൻ അസസ്മെൻറ്റ് ഇൻ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച്. A constructive classroom environment will facilitate students to critically examine any new information they receive by raising appropriate questions regarding that and trying to get answers for the same and allow for collaborative learning to find solutions for problems. അപ്പോൾ അസസ്മെൻറ്റ് ഇൻ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് ട്രാൻസ്മിഷൻ റിസപ്ഷൻ അപ്രോച്ചിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് കൺസ്ട്രക്റ്റീവ് ക്ലാസ് റൂമിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു, അവർക്ക് കിട്ടിയിട്ടുള്ള ന്യൂ ഇൻഫോർമേഷൻ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുന്നു. അതുപോലെ ആ ഒരു ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ടിട്ട് അവർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അവർ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ട്. ഇതിനെയാണ് കൺസ്ട്രക്റ്റീവ് അപ്രോച്ച്, അസസ്മെൻറ്റ് ഇൻ കൺസ്ട്രക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ്സ്. ഇവിടെ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ്സായിട്ടാണ് കാണുന്നത്. നമ്മളുടെ ട്രാൻസ്മിഷൻ റിസപ്ഷൻ പ്രോസസ്സിൽ ലേണിംഗ് എന്തായിരുന്നു, പാസീവ് ആയിരുന്നു. ദ ലേണർ ടേക്സ് റെസ്പോൺസിബിലിറ്റി ഫോർ ഹിസ് ഓർ ഹെർ ലേണിംഗ്. അപ്പോൾ ലേണറാണ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ഹിസ് ഓർ ഹെർ ലേണിങ്ങിൻ്റെ. Then constructives believe that assessment is a tool to be used for improving both the students' learning and the teacher's understanding of his students. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് അസസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ആ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ ടീച്ചേഴ്സിന് സ്റ്റുഡൻസിനെ കുറിച്ചിട്ട് എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ്, അതായത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നതൊക്കെ അളക്കാനുള്ള ഒരു ടൂളായിട്ടാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അസസ്മെൻറ്റിനെ കാണുന്നത് എന്നാണ് പറയുന്നത്. ദോസ് ഹു അഡോപ്റ്റ് കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് കൺസിഡർ അസസ്മെൻറ്റ് ആസ് എ ഫോർമാറ്റീവ് പ്രോസസ് റാദർ ദാൻ സമ്മേറ്റീവ് ആക്ട്. അപ്പോൾ ഈ ഒരു കൺസ്ട്രക്റ്റീവ് അപ്രോച്ചിൽ അസസ്മെൻറ്റിൻ്റെ ഒരു ഫോർമാറ്റീവ് അസസ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സമ്മാറ്റീവ് ആയിട്ടല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ട്രാൻസ്മിഷൻ റിസപ്ഷനിൽ എന്തായിരുന്നു, സമ്മാറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് പർപ്പസ് ഈസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ്, നോട്ട് ടു പ്രൊവൈഡ് എവിഡൻസ് ഫോർ ഇവാലുവേറ്റിംഗ് ഓർ ഗ്രേഡിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്റ്റീവ് അപ്രോച്ചിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവരെ ഒരു എവിഡൻസിൻ്റെ പുറത്ത് അവരെ ഇവാലുവേറ്റ് ചെയ്യോ, അവരെ സ്റ്റുഡൻസിനെ ഗ്രേഡ് ചെയ്യോ, സ്കോർ അവർക്ക് പ്രൊവൈഡ് ചെയ്യോ ഒന്നുമില്ല. ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത് അവരുടെ സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റി ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അസസ്മെൻറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്സ് അലോങ് വിത്ത് ലേണിംഗ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്, ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് അവരുടെ ലേണിങ്ങിൻ്റെ കൂടെ തന്നെ ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്, അസസ്മെൻ്റായിട്ട് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ റോൾ ഓഫ് ടീച്ചർ ഇൻ കൺസ്ട്രക്റ്റീവ് അസസ്മെൻറ്റ്. ഈ ഒരു കൺസ്ട്രക്റ്റീവ് അസസ്മെൻറ്റിൽ ടീച്ചറുടെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടീച്ചർ വിൽ പുട്സ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ് ആൻഡ് പേഷ്യൻ്റ്ലി വെയിറ്റ്സ് ഫോർ ഗെറ്റിംഗ് സ്റ്റുഡൻസ് റെസ്പോൺസസ്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യണം, ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് കുട്ടികളിൽ
ഇട്ട് കൊടുക്കണം. എന്നിട്ട് ടീച്ചർ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യണം അവരുടെ അടുത്ത് നിന്ന് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ടീച്ചർ വിൽ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ സ്റ്റുഡൻസ് ഹയർ ഓർഡർ തിങ്കിങ് ആൻഡ് ലോജിക്കൽ റീസണിങ്. അതുപോലെ ടീച്ചർ വേറെ എന്ത് ചെയ്യണം, അതായത് സ്റ്റുഡൻസിൻ്റെ ഹയർ ഓർഡർ തിങ്കിങ്, ലോജിക്കൽ റീസണിങ്ങിനൊക്കെ എന്ത് ചെയ്യണം, കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം. ദെൻ ടീച്ചർ വിൽ എൻകറേജ് സ്റ്റുഡൻസ് ടു ലേൺ ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതുപോലെ ടീച്ചർ എന്ത് ചെയ്യണം, സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യണം, അതായത് ഇൻവെസ്റ്റിഗേറ്റിങ്ങിലും ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെയൊക്കെ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യിപ്പിക്കണം. അതുപോലെ ടീച്ചർ വിൽ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ സ്റ്റുഡൻറ്റ് ലേണിംഗ് ബേസ്ഡ് ഓൺ പ്രോബ്ലം സോൾവിങ്. അതുപോലെ ടീച്ചർ എന്ത് നൽകണം, സ്റ്റുഡൻസിന് മോർ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് പ്രോബ്ലം സോൾവിങ്ങിലൂടെ ലേണിംഗ് നടത്തുന്നതിന് എന്ത് ചെയ്യണം, മോർ ഇമ്പോർട്ടൻസ് നൽകണം. ദെൻ ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സ് സജസ് ഗ്രൂപ്പ് ഇൻറ്ററാക്റ്റിംഗ് സെഷൻസ്, കോപ്പറേറ്റീവ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, ഗ്രൂപ്പ് പ്രൊജക്റ്റ് വർക്ക്, സോൾവിങ് ജിഗ്സോ പസിൽ എക്സെട്രാ വിൽ ബി ഇൻക്രീസിംഗ്ലി യൂസ്ഡ് ബൈ ദ ടീച്ചർ. അതുപോലെ ടീച്ചർ എന്ത് ചെയ്യണം, ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സ് ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതായത് ക്ലാസ് റൂമിൽ ഇൻസ്ട്രക്ഷണൽ ടെക്നിക്സ് ആയിട്ട് ഗ്രൂപ്പ് ഇൻറ്ററാക്ഷൻ സെഷൻസും കോപ്പറേറ്റീവ് ലേണിങ്ങും കൊളാബറേറ്റീവ് ലേണിങ്ങും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. CCE involves the process of assessing student learning continuously throughout the academic year at regular intervals. It evaluates all aspects of learners' progress, both scholastic and co-scholastic aspects of progress. അപ്പോൾ CCE എന്ന് പറയുന്നത് അതൊരു പ്രോസസ് ഓഫ് അസസ്മെൻ്റ് ആണ്. അതായത് സ്റ്റുഡൻസിനെ കണ്ടിന്യൂസ്ലി അവരുടെ അക്കാഡമിക് ഇയറിൽ ഉടനീളം അവരെ അസസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ അവരുടെ സ്കോളാസ്റ്റിക് ആൻഡ് സ്കോളാസ്റ്റിക് ആസ്പെക്ട്സ് ഓഫ് പ്രോഗ്രസ് ഇതിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സ്കോളാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കരിക്കുലർ ആൻഡ് കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൽ ഈ ഒരു കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, അസസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് യൂസസ് എ വെറൈറ്റി ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ലൈക്ക് റിട്ടൺ ടെസ്റ്റ്, ഒബ്സർവേഷൻ, റൈറ്റ് സ്കൈൽ, ചെക്ക്ലിസ്റ്റ്, ക്യൂസ് എക്സെട്രാ ടു വാലുവേറ്റ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ലേണേഴ്സ് അച്ചീവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു CCE എന്ത് ചെയ്യുന്നുണ്ട്, വെറൈറ്റി ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് റിട്ടൺ ടെസ്റ്റ്, ഒബ്സർവേഷൻ, റൈറ്റ് സ്കിൽ, ചെക്ക് ലിസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ലേണറുടെ അച്ചീവ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ദെൻ CCE ഈസ് ക്യാരിഡ് ഔട്ട് ത്രൂ ഫോമാറ്റീവ് അസസ്മെൻറ്റ് ആൻഡ് സമ്മാറ്റീവ് അസസ്മെൻറ്റ്. അപ്പോൾ CCE നടക്കുന്നത് ഫോമാറ്റീവ് ആൻഡ് സമ്മാറ്റീവ് അസസ്മെൻറ്റിലൂടെയാണെന്നാണ് പറയുന്നത്. ദെൻ മെറിറ്റ്സ് ഓഫ് CCE, ഇറ്റ് ഹെൽപ്സ് ടീച്ചർ ഓർഗനൈസ് ഇഫക്റ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജീസ്. അപ്പോൾ CCE അതായത് ടീച്ചറിന് എഫക്റ്റീവായിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് ഓർഗനൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ദ ടീച്ചർ ടു അസസ് സ്റ്റുഡൻസ് പ്രോഗ്രസ് കണ്ടിന്യൂസ്ലി. അതുപോലെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് കണ്ടിന്യൂസ്ലി അസസ് ചെയ്യാൻ CCE ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. ദെൻ CCE ഐഡൻറ്റിഫൈ ഏരിയാസ് ഓഫ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റുഡൻസ്. അതായത് സ്റ്റുഡൻസിൻ്റെ ഏരിയാസിലുള്ള ഡിഫറെൻറ്റ് ഏരിയാസിലുള്ള ഇൻട്രസ്റ്റ്, അവരുടെ ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, ഇവയൊക്കെ കണ്ടെത്താൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് CCE. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ് ഫോർ ദ ഫ്യൂച്ചർ റിഗാർഡിങ് ചോയ്സ് ഓഫ് സബ്ജക്ട്സ്, കോഴ്സസ് ആൻഡ് കരിയേഴ്സ്. അതുപോലെ സ്റ്റുഡൻസിന് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് അവരുടെ സബ്ജക്ട്സ് അല്ലെങ്കിൽ അവരുടെ കോഴ്സ്, കരിയേഴ്സ് ഇതൊക്കെ ചൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ ഈ ഒരു CCE ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ സ്റ്റുഡൻറ്റ് പെർഫോമൻസ് ഈസ് കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റഡ് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ആൻഡ് നീഡ് ഫീഡ്ബാക്ക് ഈസ് പ്രൊവൈഡഡ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അതുപോലെ ഈ ഒരു CCE എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് കണ്ടിന്യൂസ്ലി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് റെഗുലർ ഇൻ്റർവെല്ലായിട്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് സ്റ്റുഡൻസിന്. അത് അവരുടെ ടീച്ചിങ് ലേണിംഗ് സ്റ്റുഡൻസിനും കിട്ടുന്നുണ്ട്, ടീച്ചർക്കും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ദെൻ CCE ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് ഡെഫിഷ്യൻസി ഇൻ സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് ടേക്കിംഗ് ഇമ്മീഡിയറ്റ് റെമഡിയൽ മെഷേഴ്സ് ഫോർ ദ സെയിം. അതുപോലെ തന്നെ സ്റ്റുഡൻസിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസീസ്, അതായത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോരായ്മകളുണ്ടെങ്കിൽ, ലേണിങ്ങിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് കണ്ടെത്താൻ കഴിയും എന്നാണ് പറയുന്നത്.
അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ത് CCE. ദെൻ ഇറ്റ് റെഡ്യൂസസ് ആങ്സൈറ്റി ഓഫ് ദ ലേണേഴ്സ്. സ്റ്റുഡൻസിൽ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡീമെറിറ്റ്സ് ഓഫ് CCE. സ്റ്റുഡൻസ് മെൻ്റൽ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഹാവ് ഇൻക്രീസ്ഡ് as they have to take on increased number of assessment tests conducted now and then. ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ് എന്ത്, അതായത് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ, അതായത് നമ്പർ ഓഫ് അസസ്മെൻറ്റ് ഒരുപാട് അസസ്മെൻറ്റ് നടത്തുന്നത് കൊണ്ട് തന്നെ അവരിൽ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഇൻക്രീസ് ആകും എന്നാണ് പറയുന്നത്. ഇത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അതുപോലെ ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ് ഡിഫേഴ്സ് ഫ്രം സ്കൂൾസ് ടു സ്കൂൾ. അതായത് CCEൻ്റെ ഇവാലുവേഷൻ പ്രൊസീജിയേഴ്സ് ഓരോ സ്കൂളിനനുസരിച്ച് എന്താണ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ ഇൻ ഓവർ ക്രൗഡഡ് ക്ലാസ്സസ് വിത്ത് മോർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CCE ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. അതുപോലെ ഒരുപാട് കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ, ഒരുപാട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് റൂമിൽ ഈ ഒരു CCE അത്ര പ്രാക്ടിക്കലി അപ്ലിക്കബിൾ അല്ല എന്നാണ് പറയുന്നത്. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് CCE ഹാസ് റിസൾട്ടഡ് ഇൻ ദ ഇൻക്രീസ് ടീച്ചേഴ്സ് വർക്ക് ലോഡ്. അതുപോലെ ഈ ഒരു CCE അതായത് കണ്ടിന്യൂസ്ലി ഈ ഒരു സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ് അസസ് ചെയ്യുന്നതിലൂടെ ടീച്ചർക്ക് എന്ത് വരുന്നുണ്ട്, ഒരു വർക്ക് ലോഡ് വരുന്നുണ്ട്. ടീച്ചർക്ക് ടീച്ചിങ്ങിൽ കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. ഇത് ഇതിൻ്റെ ഡീമെറിറ്റ്സാണ്. ദെൻ ടെക്നിക്സ് ഓഫ് അസസ്മെൻറ്റ്. എന്തൊക്കെ ടെക്നിക്സ് ആണ് അസസ്മെൻറ്റിനുള്ളത് എന്നാണ് പറയുന്നത്. പ്രൊജക്റ്റ് ഈസ് എ പീസ് ഓഫ് വർക്ക് ഓഫ് ഓർ ആക്ടിവിറ്റി ദാറ്റ് ഈസ് കംപ്ലീറ്റഡ് ഓവർ എ പീരിയഡ് ആൻഡ് ഇൻറ്റൻറ്റഡ് ടു അച്ചീവ് എ പെർട്ടിക്കുലർ പർപ്പസ്. അപ്പോൾ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് വർക്കാണ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയാണ്. അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓവർ എ പീരിയഡ്, അതുപോലെ ഒരു പെർട്ടിക്കുലർ പർപ്പസ് അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ ഒരു പ്രൊജക്റ്റിനുണ്ട്. സ്റ്റുഡൻസ് ലേൺ അബൌട്ട് എ ടോപ്പിക് ഇൻ എ സബ്ജക്റ്റ് ബൈ വർക്കിംഗ് ഫോർ ആൻ എക്സ്റ്റെൻഡഡ് പീരിയഡ് ഓഫ് ടൈം ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റെസ്പോണ്ട് ടു കോംപ്ലക്സ് ക്വസ്റ്റ്യൻ, ചലഞ്ച് ഓർ പ്രോബ്ലം. അതായത് പ്രൊജക്റ്റ് വർക്ക് നമുക്ക് ഒരു ഡിഗ്രി എക്സാമിൻ്റെ ഫൈനൽ ഇയറിലൊക്കെ നമുക്കൊരു പ്രൊജക്റ്റ് വർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് എന്താണ് ചെയ്യുന്നത്, ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലാണ് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അതുപോലെ അവരെന്ത് ചെയ്യുന്നു, അതിനെ കോംപ്ലക്സ് ക്വസ്റ്റ്യൻസിന് റെസ്പോൺസ് കണ്ടെത്തുന്നു. അതുപോലെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് എന്ത് പ്രൊജക്റ്റിൽ വരുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് പ്രൊജക്റ്റ്. ക്രിട്ടിക്കൽ തിങ്കിങ്, എൻക്വയറി ടു ലേൺ, പ്രോബ്ലം സോൾവിങ്, കൊളാബറേഷൻ ആൻഡ് വേരിയസ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ ഡെവലപ്ഡ്. അപ്പോൾ ഈ പ്രൊജക്റ്റിൻ്റെ ഫ്യൂച്ചേഴ്സിൽ വരുന്നത്, പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ലേണിംഗ് ആണ് അല്ലേ. സ്റ്റുഡൻസ് അതിൽ എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, എൻക്വയറി ടു ലേൺ, പ്രോബ്ലം സോൾവിങ്, കൊളാബറേഷൻ തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ അവരുടെ ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. Then social skills like cooperation, collaboration, respecting others' views, team spirit, etc. get developed while undertaking group project. അതുപോലെ ഗ്രൂപ്പ് പ്രൊജക്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികളിൽ സോഷ്യൽ സ്കിൽസ് ആയിട്ടുള്ള കോപ്പറേഷൻ, കൊളാബറേഷൻ, റെസ്പെക്റ്റിങ് അതേഴ്സ് വ്യൂസ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ റെസ്പെക്റ്റ് ചെയ്യുക, ടീം സ്പിരിറ്റ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. ദെൻ ടീച്ചർ കുഡ് ഈസിലി അസസ് ഹൗ സ്റ്റുഡൻസ് ലേൺ. അതുപോലെ ടീച്ചർക്ക് വളരെ ഈസി ആയിട്ട് അസസ് ചെയ്യാൻ കഴിയും എങ്ങനെയാണ് സ്റ്റുഡൻസ് ലേൺ ചെയ്തത് എന്നുള്ളത്. ദെൻ പ്രാക്ടിക്കൽ നോളജ് ആൻഡ് മൾട്ടിപ്പിൾ സ്കിൽസ് ഗെറ്റ് ഡെവലപ്ഡ് ഇൻ സ്റ്റുഡൻസ്. അതുപോലെ ഈ പ്രോജക്റ്റിലൂടെ സ്റ്റുഡൻസിൽ എന്തുണ്ടാകും, പ്രാക്ടിക്കൽ നോളജ്, മൾട്ടിപ്പിൾ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദെൻ ഡീമെറിറ്റ്സ് ഓഫ് പ്രൊജക്റ്റ്. ഇറ്റ് അബ്സോർബ് എ ലോട്ട് ഓഫ് ടൈം. അതായത് പ്രൊജക്റ്റിൻ്റെ ഒരു ഡീമെറിറ്റ് ആണ്, ഇതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് മച്ച് മോർ വർക്ക് ഓൺ ദ പാർട്ട് ഓഫ് ദ ടീച്ചർ. അതുപോലെ ടീച്ചറുടെ ഭാഗത്തു നിന്ന് ഒരുപാട് വർക്ക് ഇതിൽ ഇൻവോൾവ് ആകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് മച്ച് മോർ വർക്ക് ഓൺ ദ പാർട്ട് ഓഫ് ദ ടീച്ചർ. ദെൻ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് മെറ്റീരിയൽസ് റിട്ടൺ ഓൺ ദീസ് ലൈൻസ് ആർ നോട്ട് അവൈലബിൾ. അതുപോലെ ഇതിന് ഈ ഒരു പ്രൊജക്റ്റിന് ടെക്സ്റ്റ് ബുക്കും മറ്റുള്ള മെറ്റീരിയൽസൊന്നും, റിട്ടൺ മെറ്റീരിയൽസൊന്നും അത്ര അവൈലബിൾ അല്ല. ദിസ് മെത്തേഡ് ഈസ് മോർ എക്സ്പെൻസീവ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രൊജക്റ്റിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ സെമിനാറിൻ്റെ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്താണെന്ന്. സെമിനാർ ഈസ് എ പ്രസൻറ്റേഷൻ ഓഫ് എ ടോപ്പിക് ബൈ ആൻ എക്സ്പേർട്ട് ബിഫോർ എ നോളജിബിൾ ഓഡിയൻസ്. അപ്പോൾ സെമിനാർ എന്ന് പറയുന്നത് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു എക്സ്പേർട്ടിൻ്റെ മുമ്പിൽ, ഒരു നോളജിബിൾ ഓഡിയൻസിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് സെമിനാർ എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് മോർ ഓഫൺ ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനിലാണ് ഈ ഒരു സെമിനാർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്.
പക്ഷേ സ്കൂളുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടീച്ചർ കുറച്ച് ഈസി ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്യും, എന്നിട്ട് കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഓരോ കുട്ടികളായിട്ട് സെമിനാർ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് ആ പ്രസൻറ്റ് ചെയ്ത കുട്ടീനോട് എന്ത് ചെയ്യും, ബാക്കിയുള്ള കുട്ടികൾ ക്വസ്റ്റ്യൻസ്, ഡൗട്ട്സ്, കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനുള്ള ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്ത കുട്ടി നൽകുക. ഇങ്ങനെയൊക്കെ സ്കൂളുകളിൽ നടക്കാറുണ്ട്. ദെൻ മെറിറ്റ്സ് ഓഫ് സെമിനാർ, ഇറ്റ് ഡെവലപ്സ് എ ഹാബിറ്റ് ഓഫ് എക്സ്റ്റെൻസീവ് റീഡിങ് ഓഫ് ബുക്സ് ഇൻ ദ സ്റ്റുഡൻസ്. അപ്പോൾ സെമിനാറിൻ്റെ ഒരു മെറിറ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിൽ എക്സ്റ്റെൻസീവ് റീഡിങ് ഉണ്ടാകും, അതായത് പരന്ന വായന ഉണ്ടാകും. അതായത് ഈ ഒരു സെമിനാറിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഇടയിൽ സ്റ്റുഡൻസ് എന്ത് ചെയ്യും, ഒരുപാട് ബുക്സ് എടുത്തിട്ട് ഒരു എക്സ്റ്റെൻസീവ് റീഡിങ് നടത്തും. അതുപോലെ ഇറ്റ് ഡെവലപ്സ് ഇൻ ദ സ്റ്റുഡൻസ് ദ ഹാബിറ്റ് ഓഫ് കളക്റ്റീവ് റെലവൻറ്റ് ഇൻഫോർമേഷൻ പെർട്ടൈനിങ് ടു ദ ടോപ്പിക് ഓൺ ഹാൻഡ് ഫ്രം വേരിയസ് സോഴ്സസ്. അതുപോലെ സ്റ്റുഡൻസിന് ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും. അതായത് വേരിയസ് ഒരുപാട് സോഴ്സുകളിൽ നിന്ന് ഇൻഫോർമേഷൻ, റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ള, ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ള ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഡെവലപ്പ് ദ എബിലിറ്റി ടു ഫേസ് ദെയർ സ്റ്റുഡൻസ് ആൻഡ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ബോൾഡിലി. അതുപോലെ ഈ സെമിനാറിൽ നമ്മൾ ബാക്കിയുള്ള സ്റ്റുഡൻസ് എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിനുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനും അതുപോലെ അതിന് ആൻസേഴ്സ് നൽകാനുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദെൻ ഡിമെറിറ്റ്സ് ഓഫ് സെമിനാർ, ഇറ്റ് റിക്വയർസ് മോർ ടൈം, മോർ സ്പേസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിമെറിറ്റ്സ് ആണ്. അതുപോലെ സംടൈംസ് ഓൺലി എ ഫ്യൂ സ്റ്റുഡൻസ് will participate in the seminar. Most of the students are not able to participate in seminars as they could not make proper preparations. അതായത് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ കോളേജുകളിലൊക്കെ ജസ്റ്റ് സെമിനാറൊക്കെ കുട്ടികൾക്ക് സെമിനാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അതായത് പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പ്രിപ്പയർ ചെയ്ത കുട്ടികളെടുക്കും ചെയ്യും, കുറേ പ്രിപ്പയർ ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. കുറച്ച് കുട്ടികൾ മാത്രമേ സെമിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് ആണെന്നാണ് പറയുന്നത്. ദിസ് മെത്തേഡ് കുഡ് ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ഹയർ എഡ്യൂക്കേഷൻ ലെവൽ ആസ് ഇറ്റ് റിക്വയർസ് ഇനഫ് മെൻ്റൽ മെച്യൂരിറ്റി ഓൺ ദ പാർട്ട് ഓഫ് ദ സ്റ്റുഡൻസ് ടു ഇൻഡിപെൻഡൻ്റ്ലി കളക്ട് ദ റിക്വയർഡ് ഇൻഫർമേഷൻ, അനലൈസ് ആൻഡ് അറേഞ്ച് ദം ലോജിക്കലി ടു പുട്ട് ദം ഇൻ ദ ഫോം ഓഫ് ആൻ എസ്സേ. അപ്പോൾ ഈ സെമിനാർ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷൻ ലെവലിലാണ്. അതായത് ഈ ഒരു സെമിനാറിന് എന്ത് വേണം, അതായത് മെൻ്റൽ മെച്യൂരിറ്റി, സ്റ്റുഡൻസിന് നല്ല മെൻ്റൽ മെച്യൂരിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ അവർക്ക് റിക്യൂർഡ് ഇൻഫോർമേഷൻ ഇൻഡിപെൻഡൻ്റ്ലി കളക്ട് ചെയ്യാൻ കഴിയണം. അതുപോലെ അനലൈസ് ആൻഡ് അറേഞ്ച് ചെയ്ത് ആ ഒരു ഇൻഫോർമേഷൻ അറേഞ്ച് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒരു എസ്സേ രൂപത്തിൽ അത് ഫോം ചെയ്യാനൊക്കെ ഉള്ള കഴിവുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു ഹയർ എഡ്യൂക്കേഷൻ ലെവലിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ്സ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അസൈൻമെൻറ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇറ്റ് ഈസ് എ പീസ് ഓഫ് അക്കാഡമിക് ടാസ്ക് ഗിവൻ ടു സ്റ്റുഡൻസ് ബൈ ദ ടീച്ചേഴ്സ് ടു ബി കംപ്ലീറ്റഡ് വിത്തിൻ എ സ്പെസിഫിക് ടൈം. ഇറ്റ് പ്രൊവൈഡ് സ്റ്റുഡൻസ് ഓപ്പർച്യൂണിറ്റി ടു ലേൺ ആൻഡ് പ്രാക്ടീസ്. അതായത് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് അക്കാഡമിക് ടാസ്ക് ആണ് സ്റ്റുഡൻസിന് നൽകുന്ന, അതായത് ഒരു സ്പെസിഫിക് ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ടാസ്ക് ആണ് ഈ ഒരു അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇത് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കെ സഹായിക്കുന്നതാണ് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് അസൈൻമെൻറ്റ്, ഇറ്റ് പ്രൊവൈഡ് സെൽഫ് ഡിപ്പെൻഡൻസി ഇൻ ആക്ഷൻ ആൻഡ് തോട്ട്. അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു സെൽഫ് ഡിപ്പെൻഡൻസി ഇൻ ആക്ഷൻ ആൻഡ് തോട്ട്. അതുപോലെ ഇറ്റ് പ്രൊവൈഡ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ടു ഫിനിഷ് ദ ടാസ്ക് അണ്ടർടേക്കൻ. അതായത് അവർക്ക് ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ടാസ്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ദ റാപ്പോർട്ട് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഇൻക്രീസസ്. അതുപോലെ അസൈൻമെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് സ്റ്റുഡൻസും ടീച്ചറും തമ്മിലുള്ള ഒരു റാപ്പോർട്ട്, ഒരു റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് അസൈൻമെൻറ്റ്, അസൈൻമെൻറ്റ് ഈസ് എ ടീച്ചിങ് ഡിവൈസ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്ലോ ലേണേഴ്സ്. അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് സ്ലോ ലേണേഴ്സിന് അത്ര സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. ഇത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ സ്റ്റുഡൻസ് മേ നോട്ട് പ്രിപ്പയർ ദെയർ അസൈൻമെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് മേ റിസോർട്ട് ടു കോപ്പിയും ഫ്രം അതേഴ്സ്. അതായത് ചില കുട്ടികൾ എന്ത് ചെയ്യും, അസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാതെ മറ്റുള്ളവരിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് കാണാൻ കഴിയും. ഇപ്പോൾ കൂടുതലായിട്ടും നമുക്ക് കാണുന്നത് ഒരു അസൈൻമെൻറ്റ് ടീച്ചർ എഴുതാൻ പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു കുട്ടി എഴുതിയിട്ടുണ്ടാകും, അതെല്ലാവരും കൂടെ കോപ്പി ചെയ്യും. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇൻക്രീസ് ദ വർക്ക് ലോഡ് ഓഫ് ദ ടീച്ചർ.
ഈ അസൈൻമെൻ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ടീച്ചർക്ക് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യണം, പിന്നീട് അവർ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ടീച്ചറുടെ വർക്ക് ലോഡ് കൂടുകയാണെന്നാണ് പറയുന്നത്. ഇത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. Then portfolio. Portfolio is a purposeful collection of student work that shows the student effort, progress and achievements in a relevant area of study. The collection must include details of the student participation in the work, its merits, demerits and note of reflection. Portfolio എന്ന് പറയുന്നത് ഒരു പർപ്പസ്ഫുൾ കളക്ഷൻ ഓഫ് സ്റ്റുഡൻറ്റ് വർക്ക്സ്, അതുപോലെ ഈ സ്റ്റുഡൻസിൻ്റെ എഫേർട്ട്, പ്രോഗ്രസ്, അവരുടെ വർക്ക്, ഇതിൻ്റെയൊക്കെ ഒരു പർപ്പസ്ഫുൾ കളക്ഷനാണ് എന്ത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഒരു റെലവൻറ്റ് ഏരിയ ഓഫ് സ്റ്റഡിയിലുള്ള ഒരു പർപ്പസ്ഫുൾ കളക്ഷനാണ്. സ്റ്റുഡൻസിൻ്റെ വർക്ക്സ്, അവരുടെ എഫേർട്ട്, പ്രോഗ്രസ് തുടങ്ങി അച്ചീവ്മെൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പർപ്പസ്ഫുൾ കളക്ഷനെയാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. The collection must include details of the student participation in the work, its merits, demerits and note of reflection. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് പറയുന്നത്. ഇറ്റ് ഷോസ് ദ സ്റ്റുഡൻസ് ഗ്രോത്ത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അത് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഗ്രോത്ത്, അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ സ്റ്റുഡൻസിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താണ്, അവരുടെ പ്രോഗ്രസ്സും അവരുടെ അച്ചീവ്മെൻറ്റും അവരുടെ എഫേർട്ടും അവരുടെ പാർട്ടിസിപ്പേഷൻ ഇൻ ദ വർക്ക്, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. Then grading. Grading is a method of evaluating a student's performance. It is done in the form of percentage, mark, letter, grade, etc. അപ്പോൾ ഗ്രേഡ് എന്ന് പറയുന്നത് അതായത് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രേഡിങ്. അത് പെർസെൻറ്റേജിൻ്റെ ഫോമിലോ മാർക്സ്, ലെറ്റർ, ഗ്രേഡ് തുടങ്ങിയിട്ടുള്ളവയുടെ ഫോമിലൊക്കെ ആയിരിക്കും. ഗ്രേഡ്സ് ക്യാൻ ബി മാർക്ക്ഡ് ബൈ യൂസിങ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ഓർ ഡിസ്ക്രിപ്റ്റേഴ്സ്. അപ്പോൾ ഈ ഗ്രേഡ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്? ലെറ്റേഴ്സിലാകാം, അതായത് A+, B+ എന്ന് പറഞ്ഞിട്ട് അതിലാകാം, അല്ലെങ്കിൽ നമ്പേഴ്സിലാകാം. ഓർ ഡിസ്ക്രിപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്, വെരി ഗുഡ്, ആവറേജ്, എക്സലൻറ്റ് എന്നൊക്കെ പറയുന്നതാണ് ഡിസ്ക്രിപ്റ്റേഴ്സ്. ഇതിലൊക്കെ ആകാമെന്നാണ് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. Practice based assessment. It is the assessment that focus on the performance of students in actual practice situation. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത് അത് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെയാണ്. അതായത് ഒരു ആക്ച്വൽ പ്രാക്ടീസ് സിറ്റുവേഷനിൽ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിനെയാണ് പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെൻറ്റ് ഫോക്കസ് ചെയ്യുന്നത്. The important feature of practice-based assessment is providing for practice with feedback so as to improve the learning achievement. അതായത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് അസസ്മെൻറ്റ് നടത്തുന്നത് ഒരു പ്രാക്ടീസ് പ്രൊവൈഡ് ചെയ്തിട്ടാണ്, അതുപോലെ അതിന് ഫീഡ്ബാക്ക് നൽകുന്നുണ്ട്. അതെന്താണ്, ലേണറുടെ ലേണിംഗ് അച്ചീവ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then evidence-based assessment. It is based on the best available scientific evidence. It make use of findings of research, findings of investigation. ഇത് എവിഡൻസ് ബേസ്ഡ് അസസ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ളത് സയൻറ്റിഫിക് എവിഡൻസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സയൻറ്റിഫിക് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ഈ ഒരു എവിഡൻസ് ബേസ്ഡ് അസസ്മെൻറ്റ് നടത്തുന്നത്. അതായത് റിസർച്ച് ഫൈൻഡിങ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഫൈൻഡിങ്സ് യൂസ് ചെയ്തിട്ടോ ഒക്കെ നടത്തുന്നതാണ് എവിഡൻസ് ബേസ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. എവിഡൻസ് ബേസ്ഡ് അസസ്മെൻറ്റ് അസസ്സിങ് സ്റ്റുഡൻറ്റ് ലേണിംഗ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് സ്റ്റുഡൻസിനെ ഇത് അസസ് ചെയ്യുന്നത് അതായത് പീരിയഡ് ഓഫ് ഇൻസ്ട്രക്ഷനിലാണ്, ആ ഒരു സമയത്താണ് ഈ ഒരു അസസ്മെൻറ്റ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് അസസ് ചെയ്യുന്നത് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ദെൻ പെർഫോമൻസ് ബേസ്ഡ് അസസ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസസ്മെൻറ്റ് ദാറ്റ് അലോസ് ദ സ്റ്റുഡൻസ് ഡെമോൺസ്ട്രേറ്റ് ദെയർ നോളജ് ആൻഡ് സ്കിൽസ് ഇൻ എ ലേണിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് വിച്ച് ഈസ് ബേസ്ഡ് ഫോർ അസസ്മെൻറ്റ്. ദ പെർഫോമൻസ് ഓഫ് ദ ലേണേഴ്സ് ഈസ് ദ ഫോക്കൽ പോയിൻറ്റ്. ഇവിടെ സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള നടത്തുന്ന ഒരു അസസ്മെൻ്റാണ് പെർഫോമൻസ് ബേസ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അവരുടെ നോളജ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അവരുടെ സ്കില്ല് എക്സ്പ്രസ് ചെയ്യുക, ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റിൽ അവരുടെ പെർഫോമൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, അവരുടെ സ്കിൽ എക്സ്പ്രസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതായത് ഇപ്പോൾ ഒരു B.Ed ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ടീച്ചിങ്ങൊക്കെ നടത്തും. അപ്പോൾ അതിൻ്റെ സ്കില്ല് എന്തൊക്കെയാണ്, മെത്തേഡ്സ്, അതായത് ടീച്ചിങ് എയ്ഡ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ എങ്ങനെയാണ് നോളജ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ അവിടെ ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസാണ് അവിടെ അസസ് ചെയ്യുന്നത്. ഓക്കെ,
Then examination based assessment. It is a type of assessment which is based on the examination result. അപ്പോൾ എക്സാമിനേഷൻ റിസൾട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണിത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാമിനേഷൻ ആർ കണ്ടക്റ്റഡ് ടു അസസ് ദ സ്റ്റുഡൻസ് അറ്റൈൻമെൻറ്റ് സ്കിൽസ് എക്സെട്ര ഇൻ ദ റെലവൻറ്റ് ഏരിയ. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻസിൻ്റെ സ്കില്ല്, അവരുടെ അറ്റൈൻമെൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, റെലവൻറ്റ് ഏരിയയിൽ അസസ് ചെയ്യാനെന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ പ്രാക്ടീസസ് ഓഫ് അസസ്മെൻറ്റ്. Dialogue is an exchange of ideas and thoughts, feelings between two persons or two groups. Teacher-pupil communication is an example of dialogue. It involves doubt clarification. അപ്പോൾ എന്താണ് ഡയലോഗ് എന്ന് പറയുന്നത്? ടൈപ്സ് ഓഫ് പ്രാക്ടീസസ് ഓഫ് അസസ്മെൻ്റ് ആണ് കേട്ടോ. അത് എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡയലോഗ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആൻഡ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതായത് രണ്ട് പേർക്കിടയിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിലോ ഉള്ള ഐഡിയാസ്, തോട്ട്സ്, അതുപോലെ ഫീലിങ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡയലോഗ് എന്ന് പറയുന്നത്. കോൺവെർസേഷൻ നടത്തുന്നതിനെയാണ് ഡയലോഗ് എന്ന് പറയുന്നത്. ടീച്ചർ പീപ്പിൾ കമ്മ്യൂണിക്കേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡയലോഗ്. അപ്പോൾ ടീച്ചർ പീപ്പിൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഡയലോഗിന് ഒരു എക്സാമ്പിളാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഡൗട്ട് ക്ലാരിഫിക്കേഷൻ. ഡൗട്ട് ക്ലാരിഫിക്കേഷനൊക്കെ ഇതിൽ പെടുന്നതാണെന്നാണ് പറയുന്നത്. ദെൻ ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ്. ഫീഡ്ബാക്ക് ഈസ് ഇൻഫോർമേഷൻ ഗിവൺ ടു ദ ലേണിംഗ് അബൌട്ട് ഹിസ് പെർഫോമൻസ്. എന്താണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്? അതായത് ഒരു ലേണറുടെ പെർഫോമൻസിനനുസരിച്ച് നൽകുന്ന ഒരു ഇൻഫോർമേഷനാണ് എന്ത് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് ഷുഡ് ബി ഇംപ്രൂവിങ് ദ പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പോൾ ഫീഡ്ബാക്ക് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫീഡ്ബാക്ക് റീഡയറക്റ്റഡ് ദ ലേണേഴ്സ് ബിഹേവിയർ ഓർ ആക്ഷൻ ടു അച്ചീവ് മോർ നോളജ്. അതുപോലെ ഫീഡ്ബാക്ക് എന്താണ്? ലേണറുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഇതിലോട്ടൊക്കെ റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ മോർ നോളജ് അച്ചീവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫീഡ്ബാക്ക്. ദെൻ പിയർ അസസ്മെൻറ്റ്. പിയർ അസസ്മെൻറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ലേണർ റേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദെയർ പിയേഴ്സ്. അതായത് പിയർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ലേണറുടെ കൂടെയുള്ള മറ്റുള്ള ലേണേഴ്സ്, മറ്റുള്ള സ്റ്റുഡൻസ് അവരുടെ പെർഫോമൻസ് റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് അസസ് ചെയ്യുക. അതിനെയാണ് പിയർ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ ഒക്കെ വെച്ചിട്ടാണ് അസസ് ചെയ്യുന്നത്. ദെൻ സെൽഫ് അസസ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസസിങ് വൺസ് ഓൺ ലേണിംഗ്. അതായത് നമ്മളെ തന്നെ അസസ് ചെയ്യുന്നതിനെയാണ് സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ഫോർമാറ്റീവ് യൂസ് ഓഫ് സമ്മാറ്റീവ് ടെസ്റ്റ്. Formative use of summative assessment means using the information obtained in summative assessment to improve future student performance. എന്താണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത്, അതായത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു അസസ്മെൻ്റാണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സമ്മാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് എൻഡ് ഓഫ് യൂണിറ്റ് ടെസ്റ്റ് നടത്തുന്നത് അല്ലെങ്കിൽ എൻഡ് ഓഫ് കോഴ്സ് ഉണ്ടാകുന്ന എക്സാംസ്, സെമസ്റ്റർ എക്സാംസ്, ആനുവൽ എക്സാംസ് ഒക്കെയാണ് സമ്മാറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫോർമാറ്റീവ് യൂസ് ഓഫ് സമ്മാറ്റീവ് ടെസ്റ്റ് എന്താണെന്നാണ് പറയുന്നത്. ഫോർമാറ്റീവ് യൂസ് ഓഫ് സമ്മാറ്റീവ് അസസ്മെൻറ്റ് മീൻസ് യൂസിങ് ദ ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻഡ് ഇൻ സമ്മാറ്റീവ് അസസ്മെൻറ്റ് ടു ഇംപ്രൂവ് ഫ്യൂച്ചർ സ്റ്റുഡൻറ്റ് പെർഫോമൻസ്. അതായത് ഈ ഒരു സമ്മാറ്റീവ് അസസ്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് സ്റ്റുഡൻസിൻ്റെ ഫ്യൂച്ചർ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക. ഫോർമാറ്റീവ് യൂസിൽ സ്റ്റുഡൻസിൻ്റെ ഫ്യൂച്ചർ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സമ്മാറ്റീവ് അസസ്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് ഫോർമാറ്റീവ് രീതിയിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അതായത് മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ അത് വരുത്താം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താം. അങ്ങനെയൊക്കെയാണ് ഫോർമാറ്റീവ് അസസ്മെൻറ്റിൽ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സമ്മാറ്റീവ് അസസ്മെൻറ്റിൽ അവർ നേടിയിട്ടുള്ള ഇൻഫോർമേഷൻ ഒരു ഫോർമാറ്റീവിൻ്റെ ഉപയോഗത്തോടു കൂടെ നടത്തുന്നതിനെയാണ് ഫോർമാറ്റീവ് യൂസ് ഓഫ് സമ്മാറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് സ്റ്റുഡൻസിൻ്റെ ഫ്യൂച്ചർ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ട്രീറ്റിംഗ് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് അച്ചീവ്മെൻറ്റ് ഒബ്റ്റെയിൻ ഫ്രം എ സമ്മാറ്റീവ് ടെസ്റ്റ് ആസ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് ബൈ പ്രൊവൈഡിങ് ദ നെസസറി ഫീഡ്ബാക്ക്. അതായത് ഇപ്പോൾ സമ്മാറ്റീവ് അസസ്മെൻറ്റിൽ സ്റ്റുഡൻറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷൻ, ആ ഒരു ലേണിംഗ് പ്രോപ്പറായിട്ടുള്ള ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്തിട്ട് അതിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുന്നതിനെയാണ് ഫോർമാറ്റീവ് യൂസ് ഓഫ് സമ്മാറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ, ഈ ഒരു യൂണിറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് പ്രാക്ടീസസ്, അതായത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അസസ്മെൻറ്റ് ആൻഡ് പ്രാക്ടീസസ് അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രാക്ടീസസ് ഓഫ് അസസ്മെൻറ്റ്? ഡയലോഗ്, ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ്, പിയർ അസസ്മെൻറ്റ്, സെൽഫ് അസസ്മെൻറ്റ്, അതുപോലെ ഫോർമാറ്റീവ് യൂസ് ഓഫ് സമാറ്റീവ് ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ളവയാണ്. ദെൻ നെക്സ്റ്റ് 2019 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, ദാറ്റ് ഇസ് CCEൻ്റെ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. CCE നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, അതിൻ്റെ മെറിറ്റ്സും അതിൻ്റെ ഡീമെറിറ്റ്സും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.